ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഒരുപാട് പേരുടെ ഷോർട്സ് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ലോങ് വീഡിയോസിൻ്റേതുപോലെ നമ്മൾ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുമ്പോഴും യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എല്ലാം മനസ്സിലാക്കിയിരിക്കണം. ഷോർട്സിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം വന്നതിന് ശേഷം ഇപ്പോൾ ഷോർട്സ് വീഡിയോസിനും വളരെ സ്ട്രിക്റ്റായ ചെക്കിംഗ് എല്ലാമാണ് യൂട്യൂബ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം റീയൂസ്ഡ് കണ്ടന്റ് ആണ്. അതായത് നിങ്ങൾ മറ്റൊരാളുടെ കണ്ടന്റ് ഡൗൺലോഡ് ചെയ്ത് അതിൽ വോയിസ് ഓവർ എല്ലാം ചെയ്ത് ഷോർട്സ് വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നത്, ഇത്തരത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിൽ മൾട്ടിപ്പിൾ സ്ട്രൈക്ക്, അതുപോലെ ചാനൽ ടെർമിനേഷൻ എല്ലാം സംഭവിക്കാൻ കാരണമാകും. കുറെ പുതിയ ക്രിയേറ്റേഴ്സ് എല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിലുള്ളവരുടെ ഷോർട്സ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ വോയിസ് ഓവർ എല്ലാം കൊടുത്ത് ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ കുറെ വ്യൂസ് എല്ലാം ആ വീഡിയോക്ക് ലഭിച്ചു എന്ന് വരാം. എന്നാൽ യൂട്യൂബ് ഇത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുക. അതിനാൽ തന്നെ ഇത്തരത്തിൽ ചെയ്യുന്നതെല്ലാം നമ്മുടെ ചാനലിന് ദോഷം ചെയ്യുകയും നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകാൻ കാരണമാവുകയും ചെയ്യും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം യൂട്യൂബ് ഗൈഡ് ലൈൻ അനുസരിച്ചല്ലാത്ത വീഡിയോസ്, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഫയർ അല്ലെങ്കിൽ ആക്സിഡന്റ് കേസ്, ചൈൽഡ് അബ്യൂസ്, ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ ടെർമിനേറ്റ് ആകാൻ കാരണമാകും. മൂന്നാമതായി സ്കാം സ്പോൺസേഴ്സിനെ എല്ലാം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത്, അതായത് റമ്മി, കാസിനോ, ഗാംബ്ലിംഗ് ഇത്തരത്തിലുള്ളതെല്ലാം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത്, ഇത് നമ്മുടെ ചാനൽ ഡിമോണിറ്റൈസ് ആവാനോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആകാനോ എല്ലാം കാരണമാകും. ഇനി കുറെ ക്രിയേറ്റേഴ്സ് അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ വീഡിയോസ് അവർ മറ്റ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഉദാഹരണമായി ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, മോജ് ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇത് ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു വാട്ടർമാർക്ക് കാണിക്കും. ഇത്തരത്തിൽ വാട്ടർമാർക്കുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്